രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ.പി. ജയരാജന്റെ ആത്മകഥയാണ് പുറത്തു വന്നതെന്ന് പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഷാഫി പറമ്പിലും വി.ഡി. സതീശനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത്. വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ കൊണ്ടുവന്ന ആയുധമാണിതെന്നും ഡോക്ടർ സരിൻ 24-നോട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയ ഇ.പി. ജയരാജന്റെ ആത്മകഥയാണിത്. അതിന് തിരക്കഥ കൊടുത്തത് ഷാഫി പറമ്പിലാണ്. അത് നടപ്പിലാക്കി കൊടുത്തത് എന്നിട്ട് വി.ഡി. സതീശന്റെ ഉന്നതമായ ഓഫീസ്. ആ ഓഫീസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ്. അവിടെ എഴുത്തും വായനയും അറിയുന്നവരെന്ന് പറഞ്ഞ് കുറച്ച് പേരെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലിൻ്റെയും കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തേക്ക് ബോധപൂർവം ഗൂഢാലോചനയായി ഉപജാപത്തിലൂടെ എത്തിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, വിശദാംശങ്ങൾ പറയൂ. SKN ഇ.പി. ജയരാജന്റെ ആത്മകഥയെ ചൊല്ലി പാലക്കാട് LDF-ലും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കടന്നാക്രമിക്കുകയാണ്. ഈ കാര്യത്തിൽ നേരിട്ട് ഒരു മുൾമുനയിൽ നിർത്തുകയാണ് ഇപ്പോൾ ഡോക്ടർ പി സരിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയിട്ടുള്ള ഒരു തിരക്കഥ മാത്രമാണിത്. അതിന് കൂട്ടുനിന്നിരിക്കുന്നത് ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമാണ്. ഇത്തരത്തിൽ ഒരു തിരക്കഥ എഴുതി ഒരു ആത്മകഥയായി പുറത്തു വരാനുണ്ടായ സാഹചര്യം അത് പോളിംഗ് മാത്രമായിരുന്നു. ചേലക്കരയിലും വയനാട്ടിലും പോളിംഗിനെ ബാധിക്കുന്നതിന് വേണ്ടിയും പാലക്കാടും അത് സ്വാധീനിക്കുമെന്ന് കരുതിയാണ് ഇത്തരത്തിൽ ഒരു ആത്മകഥ എഴുതിയത്. ഇത് ഇ.പി. ജയരാജന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, അത് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. അതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് പാലക്കാട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ സരിൻ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും ഇത് നടപ്പാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പാലക്കാട് വോട്ടർമാരെ ബാധിക്കില്ല എന്ന് പറയുന്ന ഡോക്ടർ സരിൻ ഇപ്പോൾ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ. കാരണം അദ്ദേഹം വായുവിലാണ് ഭൂരിപക്ഷം കൂട്ടുന്നത്. 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് പാലക്കാട് LDF ജയിക്കും. ഒപ്പം തന്നെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. അദ്ദേഹത്തിന് പാലക്കാട്ടെ പൊളിറ്റിക്സ് അറിയുകയില്ല. അത് ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ നിന്നുള്ളൊരു വിടവാങ്ങൽ 24-ാം തീയതി വി.ഡി. സതീശൻ്റെതായി ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നതെന്നുള്ളതാണ് ഡോക്ടർ സരിൻ പറയുന്നത്. പക്ഷേ DC ബുക്സിനെ പോലുള്ള ഒരു പ്രസാധകർ ഇത്തരത്തിലൊരു ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഒരു ആത്മകഥ എഴുതിനൊക്കെ കൂട്ടുനിൽക്കുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഒപ്പം തന്നെ 3 ആഴ്ച മുൻപ് മാത്രമുള്ള ഈ സരിൻ്റെ ആത്മകഥയുടെ ഭാഗമൊക്കെ എങ്ങനെ സരിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ആത്മകഥയിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം ഒരു വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇ.പി. ജയരാജൻ ഇന്ന് പാലക്കാട്ടേക്ക് വരുന്നതും അത് യോഗത്തിൽ ഇപ്പോൾ സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴും ഈ ഒരു കാര്യത്തിലുള്ള വാക്പോര് ഇവിടെ അവസാനിക്കുന്നില്ല. ഇ.പി. ജയരാജൻ്റെ ആത്മകഥയെ ചൊല്ലിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഡോക്ടർ പി സരിൻ.